ഞങ്ങളെ സംഗമത്തിൻ്റെ ബാക്കിയുള്ള ഭാഗമാണിത്. ഞങ്ങൾ കുടുംബക്കാരൊക്കെ ഉണ്ട്. ഇത് നമ്മളെ എളാമ, നമ്മളെ 10 കുടുംബ സംഗമം ഞങ്ങൾ അടിപൊളി ആഘോഷിച്ചു. എല്ലാ കുടുംബങ്ങളും ഒരുമിച്ച് കാണാൻ പറ്റി. കുറേ നാട്ടിലുള്ള കുടുംബക്കാരുണ്ട്. 5:30 മുതലുള്ള എന്താ പറയുക, 5:30 മുതലുള്ള കുടുംബങ്ങളാണ്. 32 ശാഖകളുണ്ട്. അപ്പോൾ എല്ലാ കുടുംബങ്ങളും ഒരുമിച്ചൊരു മഹാസംഗമമായി ഒത്തുകൂടി. നമ്മളെ മുഴപ്പിലങ്ങാടി ബീച്ചിൽ വെച്ചായിരുന്നു. നല്ലൊരു സംഗമമായിരുന്നു. വലിയ വലിയ പ്രഗത്ഭരൊക്കെ ഉണ്ടായിരുന്നു. മോട്ടിവേഷൻ സ്പീക്കേഴ്സ്, മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നല്ല നല്ല അറിവുകൾ ഈ സംഗമത്തിലൂടെ എല്ലാവർക്കും നേടാൻ പറ്റി, എല്ലാവരെയും കാണാൻ പറ്റി. പലസ്തീൻ ഐക്യദാർഢ്യമായി ഒരു പരിപാടി അവതരിപ്പിച്ചു, സ്കിറ്റ്. അതെല്ലാവരും മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒരു മനസ്സിന് വേദനയുള്ളൊരു സ്കിറ്റായിരുന്നു. എല്ലാ ഓർമ്മകളും പല കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത ഓരോ ടീമിനും ട്രോഫിയും, ക്രിക്കറ്റ്, ഫുട്ബോൾ അങ്ങനെയൊക്കെ മത്സരങ്ങളുണ്ടായിരുന്നു. അവർക്കൊക്കെ ട്രോഫി വിതരണമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഇളയാപ്പയാണ്. അപ്പോൾ ഇളയാപ്പനെ അറിയുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ അനിയത്തിമാരാണ്. അപ്പോൾ എല്ലാവരും ഡ്രസ് കോഡായിരുന്നു ഈ സംഗമത്തിന്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. വീണ്ടും നല്ല നല്ല പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ ആപ്പയാണ്, എൻ്റെ എളാമാൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ അവരെയും കണ്ടു. അപ്പോൾ എല്ലാവരുമായിട്ട് നല്ലൊരു മീറ്റപ്പായിരുന്നു. നല്ല കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ടീച്ചറാണ്. ടീച്ചറാണ്.
ടീച്ചറാണ് കഴിച്ചത് നമ്മളെ മക്കളെ വീഡിയോ എടുത്തതാണ്. പിന്നെ ഫുഡും നല്ല അടിപൊളി ഫുഡായിരുന്നു. ഉച്ചക്കും രാത്രിയൊക്കെ ഫുഡ് ഉണ്ടായിരുന്നു. നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് നല്ല രീതിയിലായിരുന്നു പരിപാടി സംഗമം നടന്നത്. ഫുഡ് എല്ലാവരും നന്നായി കഴിച്ചു, എൻജോയ് ചെയ്തു. സൂപ്പറായിരുന്നു.